എന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തന്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എന്റെ സങ്കേതവും എന്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് പറയും. അവിടുന്ന് നിന്നെ വേടന്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. തന്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയമായിരിക്കും. രാത്രിയിലെ ഭീകരതയെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലതുവശത്ത് 10,000. എങ്കിലും നിനക്ക് ഒരനർത്ഥവും സംഭവിക്കുകയില്ല. ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതനിൽ നീ വാസം ഉറപ്പിച്ചു. നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തു പാലിക്കാൻ അവിടുന്ന് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്റെയും അണയിലയുടെയും മേൽ നീ ചവിട്ടി നടക്കും. യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മരിക്കും. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എന്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവന്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും. എന്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. ദൈവവചനമാണ് നാം കേട്ടത്. ദൈവത്തിന് സ്തുതി. സ്തുതിക്കാം. നമുക്ക് ദൈവത്തിന്റെ വലിയ കരുണയാണ്, ദൈവത്തിന്റെ വിശ്വസ്തത. നമ്മുടെ ജീവിതത്തില് ദൈവം നമുക്ക് നൽകുന്ന വിശ്വസ്തത മരണം വരെയാണ്, അല്ലെ? നമ്മള് എപ്പോ വേണമെങ്കിലും ദൈവത്തിനോടുള്ള വിശ്വസ്തത കുറഞ്ഞാലും കൂടിയാലും ദുർബലമാണെങ്കിലും ശക്തമാണെങ്കിലും ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് മാറ്റം വരുന്നില്ല, അല്ലേ? മാറ്റം വരുന്നുണ്ടോ? ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് മാറ്റം വരുന്നില്ല. പക്ഷെ നമ്മളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നതിന് നമുക്കൊരു വ്യക്തത ഇല്ലാത്തത് കൊണ്ട് ദൈവം നമ്മളോട് കരുണ കാണിക്കുന്നില്ല, സഹായിക്കുന്നില്ല, വിശ്വസ്തതയില്ല, സ്നേഹമില്ല, നമുക്ക് ആവശ്യമായ സഹായം കിട്ടുന്നില്ല. ഒരു ദുർബലത നമ്മളെ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ വിശ്വസ്തത കുറഞ്ഞു പോകുന്നതുകൊണ്ടല്ല. എന്തുകൊണ്ടാണ്? ദൈവവുമായിട്ടുള്ള ഒരു ബന്ധത്തിന്റെ ഒരു സാക്രിഫൈസ് ആണ്, അല്ലെങ്കിൽ ഒരു വിശുദ്ധീകരണത്തിന്റെ പടവുകളിലാണ് നമ്മളായിരിക്കുന്നത്. ഇപ്പൊ നമുക്കറിയാലോ, എല്ലാ വിശുദ്ധരും സുഖിച്ചാണോ ദൈവസന്നിധിയിലെത്തിയത്? നല്ല സഹനങ്ങളിൽ കൂടിയാണ്, അല്ലെ? നല്ല സഹനം എന്ന് പറഞ്ഞാല് നമുക്ക് നിർണയിക്കാൻ പോലും പറ്റാത്ത വിധത്തിലുള്ള ഒരുപാട് സഹനങ്ങൾ, സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഒത്തിരി ഈശോയോട് സ്നേഹം വർദ്ധിക്കുന്ന അനുസരിച്ച് വേദനകളും നിന്ദനങ്ങളും പീഡനങ്ങളും ഭീകരമായ ആക്രമണങ്ങളൊക്കെ നേരിട്ട് തന്നെയാണ്. പക്ഷെ അവരുടെ ഉള്ളിലുള്ള ജീവിതത്തിന്റെ സങ്കടങ്ങള്, സാക്രിഫൈസൊക്കെ എല്ലാം ആ ഒരു സങ്കട ജീവിതങ്ങളും ദുരിതങ്ങളും എല്ലാം അവർക്ക് ഒന്നിലേക്ക് മാത്രം നോക്കിയപ്പോഴാണ് ആശ്വാസം കിട്ടിയത്. ആരിലേക്ക്? ഇതിനെല്ലാം ഒരു മറുകരയുണ്ടെന്നുള്ള ദൈവത്തിന്റെ ആ നീതിബോധത്തിൽ, അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്നേഹം, ദൈവിക ചിന്തയിലേക്ക് വന്നപ്പോഴാണ് അവർക്ക് വലിയ പ്രതീക്ഷയോടും പ്രത്യാശയോടും കൂടെ നമ്മളിപ്പോ എന്ത് ചെയ്താലും ഒരു നന്മ ചെയ്തു, പക്ഷെ അതിനെ എതിർക്കുന്നവരായിരിക്കാം ചിലപ്പോൾ കൂടുതൽ ആളുകൾ, അല്ലെങ്കിൽ സ്വീകരിക്കാത്തവര്, അല്ലെങ്കിൽ അവഗണിക്കുന്നവർ, അല്ലെ? എതിർക്കുന്നവരും സ്വീകരിക്കാത്തവരും അവഗണിക്കുന്നവരും ഒരു തരത്തിൽ എന്താണ് അവരുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത്? എന്താണ്? നന്മയെ സ്വീകരിക്കാൻ പറ്റാത്തവര് ഒന്നാമത് സ്വീകരിക്കുന്നില്ല, അവഗണിക്കുന്നു. പിന്നെന്താണ്? അതിന് വേണ്ട വിധത്തിൽ പരിഗണന ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ദൈവികമായ നന്മയുടെ ദുർബലത ഉണ്ടെന്നുള്ളത് തന്നെയാണ്, അല്ലെ? നന്മയുടെ ദുർബലത അത്, അല്ലെങ്കിൽ പലരുടെയും ജീവിതങ്ങളിൽ നമ്മള് ആത്മാർത്ഥമായി ചെയ്യുന്ന പല അധ്വാനങ്ങൾക്കും ചിലപ്പോ കുറെ അധികം വേദനകളും സങ്കടങ്ങളും അല്ലെങ്കിൽ നിന്ദനങ്ങളൊക്കെ ഏൽക്കാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ ഈശോയ്ക്ക് തന്നെയാണല്ലോ സംഭവിച്ചത്.
ഈശോയ്ക്ക് അത് തന്നെയല്ലേ സംഭവിച്ചത്. അതെ ഈശോ ഫരിസയരുടെയും പുരോഹിത വർഗങ്ങളുടെയും അതുപോലെ നിയമ പണ്ഡിതരുടെയും ജ്ഞാനികളുടെയും മുമ്പിൽ അവർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളെ കുറിച്ച് തന്നെ പറയുമ്പോഴും എന്ത് സംഭവിക്കുന്നു? ഈശോയ്ക്കെതിരെ അവര് ഭീകരമായ ആക്രമണം അഴിച്ചുവിടാനും ഈശോയെ കൊല്ലാനും അതുപോലെ ഈശോയെ മറ്റുള്ളവരുടെ മുമ്പിൽ ദ്രോഹിക്കാൻ അനുവാദം കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോ ഈശോ ആരെയും ദ്രോഹിച്ചിട്ടില്ലല്ലേ? ഈശോയെ പിടികൂടാൻ വേണ്ടി വരുമ്പോ ഞാൻ രഹസ്യമായിട്ടല്ലോ നിങ്ങളോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്നത്, പരസ്യമായിട്ടല്ലോ നിങ്ങൾ അന്ന് എന്നെ പിടികൂടിയില്ലല്ലോ. അന്ന് കേട്ടവര് തന്നെ ഇന്ന് പിടികൂടാൻ 150ഓളം പട്ടാളക്കാര് ഉണ്ടായെന്നാ പറയുന്നത്. 150ഓളം പട്ടാളക്കാര്. അതില് കുറെ ഈശോയെ അന്വേഷിച്ച് ഈശോയുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോ ഈശോ ആണെന്ന് ഈശോ തന്നെ അത് വെളിപ്പെടുത്തുമ്പോ ആ വെളിപ്പെടുത്തുന്ന ആ ശബ്ദങ്ങളിൽ അത് നിങ്ങൾ അന്വേഷിക്കുന്ന ആള് ഞാൻ തന്നെയാണെന്ന് പറഞ്ഞ് പറഞ്ഞു കഴിയുമ്പോ തന്നെ അവിടെ കുറെ പേര് കമിഴ്ന്നടിച്ച് വീഴുന്നുണ്ട്. എന്തിനാ വീഴുന്നത്? അതായത് പട്ടാളക്കാരിലുള്ള കുറച്ചു പേരാണ്, എല്ലാവരൊന്നും വീഴുന്നില്ല, കുറച്ചു പേര് വീഴുന്നുണ്ട്. എന്തുകൊണ്ടാ വീണത്? ഈശോയുടെ നാമത്തിന്റെ ശക്തി കൊണ്ട്. ദൈവത്തിന്റെ ശക്തിയുടെ ആ ഒരു ആഘാതം അവരിലേക്ക് നമുക്കറിയാലോ. ഒരു ഇടിമിന്നൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഇടിമിന്നൽ കൊണ്ട് നശിക്കുന്നുണ്ടോ? ഇല്ല. ചിലവർക്ക് മാത്രമേ പറ്റുന്നുള്ളൂ. എന്ന പോലെയാണ് ഈശോയുടെ എന്ന പോലെ ഒന്നല്ല, ഞാനൊരു ഇത് പറഞ്ഞു മാത്രമേ ഉള്ളൂ. അതായത് ചില കാര്യങ്ങള് ഇപ്പൊ നമ്മളിപ്പോ ഈ വചനം നമ്മൾ ഒരുപാട് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ട്, ഒരുപാട് ഒരുപാട് ആളുകളിലേക്ക് എത്താൻ പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ സഹായിക്കുന്നുണ്ട്. അതില് ഗ്രൂപ്പുകളിൽ ചെയ്യുന്നുണ്ട്, അതുപോലെ പേഴ്സണലായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. എത്ര പേര് സ്വീകരിക്കുന്നു എന്നുള്ളത് ദൈവത്തിന് മാത്രം അറിഞ്ഞോളൂ, അല്ലെ? അപ്പൊ ഈശോയുടെയും ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു. വളരെ തുച്ഛമായ ആളുകൾ മാത്രമേ ഈശോയെ ഹൃദയം കൊണ്ട് സ്വീകരിച്ചിട്ടുണ്ടായുള്ളൂ. ആയിരക്കണക്കിന് ആളുകളുടെ ഇടയിൽ ഈശോയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ആളുകൾ ആരും ഉണ്ടായില്ല. ശിഷ്യന്മാര് പോലും അവസാനം നഷ്ടപ്പെട്ടു, അല്ലെ? അപ്പൊ പക്ഷെ ദൈവത്തിന് ആ ഒരു നഷ്ടങ്ങളൊക്കെ വലിയ വേദനയോടുകൂടെ സ്വീകരിച്ചു. എങ്കിൽ അവരോട് വെറുപ്പോ വിദ്വേഷമോ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ സംഭവിക്കണമെന്നുള്ളത് ദൈവഹിതമായിരുന്നു, അല്ലെ? എല്ലാം ദൈവഹിതത്തിലേക്ക് നോക്കുമ്പോ ഈശോയ്ക്ക് ദൈവിക പദ്ധതികൾ പൂർത്തീകരിക്കുവാനുള്ള ജോലി പിന്നെയും കിടക്കുക. അപ്പൊ സ്വയം നമ്മൾ വേദനിച്ച് അവിടെ ഇരിക്കാനുള്ളതെല്ലാം നമ്മള് ദൈവിക പദ്ധതിയുടെ പൂർത്തീകരണത്തിലേക്ക് ഈശോ തന്നെ എല്ലാം കാണിച്ചു തരുന്നുണ്ട് നമുക്ക്. എങ്ങനെ? ഇപ്പൊ നമ്മളിപ്പോ ഒരു കാര്യം ഏറ്റെടുത്തിരിക്കുകയാണ്. ഇപ്പൊ നമ്മളൊരു സംരംഭം തുടങ്ങാൻ, അല്ലെങ്കിൽ ശബ്ദം ഉണ്ടാക്കുന്നവർ മ്യൂട്ട് ചെയ്ത കേട്ടോ. അപ്പൊ നമ്മളിപ്പോ ഒരു കാര്യം, അതായത് ഇപ്പൊ ഒരു വീട് വെക്കാനോ അങ്ങനെ, അപ്പൊ നമ്മളൊരു വീട് വെക്കാൻ സ്ഥലം വാങ്ങിക്കുകയോ അല്ലെങ്കിൽ വീട് വെച്ചോണ്ടിരിക്കുകയോ അപ്പൊ 100 അഭിപ്രായങ്ങൾ പറയും, അല്ലെ? അപ്പൊ നമ്മുടെ ഉള്ളിലൊരു ആഗ്രഹവും ആവശ്യമൊക്കെ ഉണ്ടാവും, പക്ഷെ അതിനെ ഉൾക്കൊള്ളാനോ സ്വീകരിക്കാനോ ആരും ഉണ്ടാവില്ല. അപ്പൊ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ കാശ് മുടക്കി നമ്മളുടെ ആഗ്രഹം അനുസരിച്ചൊക്കെ നമ്മൾ ചെയ്യുമ്പോഴേക്കും അവര് പറയുന്ന കാര്യങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്കൊരു ഇഷ്ടക്കേടോ ഒരു ബുദ്ധിമുട്ടോ ഒക്കെ പ്രകടിപ്പിക്കാം. എന്ന് വിചാരിച്ച് നമ്മൾ ആ കാര്യത്തില് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ അത് മുമ്പോട്ട് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സമാധാനം നമ്മുടെ കയ്യിലിരിക്കും, അല്ലെ? ഇപ്പൊ നമ്മൾക്ക് എല്ലാവരെയും സംതൃപ്തിപ്പെടുത്തിക്കൊണ്ട് ആത്മീയ ജീവിതമായാലും ഭൗതിക ജീവിതമായാലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, അല്ലേ? പറ്റുമോ? ഒരിക്കലും നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഇപ്പൊ എന്ത് കാര്യം ചെയ്താലും അത് നെഗറ്റീവ് തോട്ടോടുകൂടി എടുക്കുന്നവരുണ്ടാവും, പോസിറ്റീവായിട്ട് എടുക്കുന്നവരുണ്ടാവും. അപ്പൊ പക്ഷെ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് ആരും അതിനെ ക്രോസ് ചെയ്യാൻ വിജയിക്കില്ല. കാരണം ദൈവം അത്രമാത്രം പെർഫെക്റ്റ് ആണ്, പരിശുദ്ധനാണ്. മനുഷ്യന്റെ വിശ്വസ്തതയ്ക്ക് വളരെ, അതായത് ഞാൻ ഇന്നിപ്പോ പ്രേയറിലോട്ട് കയറി അപ്പോഴേക്കും എന്റെ മനസ്സിൽ ഈശോ തന്നൊരു ചിന്തയാണ്, ഞാൻ എത്രമാത്രം ആഗ്രഹത്തോടെ സ്നേഹത്തോടെയാണ് ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് വരുവാനായിട്ട് ഒരുങ്ങി വരുന്നത്. പക്ഷെ ഈശോ എന്നോട് പേഴ്സണലായിട്ട് ചോദിച്ചതാണോ, അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണോ, നമ്മൾ എത്രത്തോളം
ആഗ്രഹിച്ചൊരുങ്ങിയാണ് ഇതിനു വേണ്ടി വരുന്നതെന്ന്. അതായത് ദൈവം നമ്മുടെ ഇടയിലേക്ക് വരുമ്പോൾ നമ്മളിൽ നിന്നുള്ള ഒരു റെസ്പോണ്ട് എത്ര ദുർബലമാണ്, അല്ലെങ്കിൽ എത്രത്തോളം എന്താണ് കമ്മിറ്റഡ് ആണ്, എത്രത്തോളം വിശ്വസ്തമാണ്. അപ്പൊ എന്റെ മനസ്സിലേക്ക് അങ്ങനെ ഒരു കാര്യമാണ്. അപ്പൊ ഞാനിങ്ങനെ, എനിക്ക് നല്ല തൊണ്ടവേദന ഉണ്ട്. അപ്പൊ ഇന്നലെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ ഞാനിന്ന് വിചാരിച്ചു പെട്ടെന്ന് തന്നെ എല്ലാം പറഞ്ഞു. അപ്പൊ തൊണ്ടവേദനയാണ്. അപ്പൊ എന്തായാലും ഞാൻ രാവിലെ കുറച്ച് സമയം പ്രാർത്ഥിച്ചെങ്കിലും അങ്ങാട് ഇതായിട്ട് തോന്നിയില്ല എനിക്ക്. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ തൊണ്ടവേദന ഇപ്പൊ ഈശോയെ, ഞാൻ ചൂടുവെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് കുറവുണ്ടാവും. അപ്പൊ ഞാനതൊന്നും ചെയ്യണില്ല. അത് ഈ ഒരു ബുദ്ധിമുട്ട് എനിക്കൊരു പ്രെയർ സപ്പോർട്ടായിട്ട് ഞാനത് കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ആണ് ഞാനത് കയറിയത്. അപ്പൊ വലിയ വലിയ കാര്യങ്ങളും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, വലിയ വിശ്വസ്തതയൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല, അല്ലെ? നമ്മള് 100% വിശ്വസ്തയോടുകൂടെ എന്തെന്നാ ചെയ്തത് ഇന്ന് വരെ? ചെയ്തിട്ടുണ്ടോ എന്തെങ്കിലും? ഞാൻ ചെയ്തിട്ടില്ല. നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? നമുക്ക് ചിക്കിച്ചകഞ്ഞ് നോക്കിയാല് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഒരു ജപമാല പോലും ഒരേ വിശ്വാസത്തോടും ഒരേ ശ്രദ്ധയോടും കൂടെ തന്നെ ഇരുന്ന് ചെല്ലാൻ പറ്റിയിട്ടില്ല. ബൈബിള് വായിക്കുമ്പോൾ അങ്ങനെ പറ്റിയിട്ടില്ല. പിന്നെ പരിശുദ്ധ കുർബാനയിൽ ഒട്ടും പറ്റിയിട്ടില്ല. പിന്നെന്താണ്, ആത്മീയമായി ചെയ്ത ഒരു കാര്യങ്ങൾക്കും പൂർണ്ണമായ വിശ്വസ്തയോടുകൂടെ ഇരിക്കാനോ അത് പൂർത്തീകരിക്കുവാനോ സാധിക്കുന്നില്ല. പിന്നെ നമ്മൾ എങ്ങനെയാണ് നമുക്ക് വിശ്വസ്തതയുടെ പൂർണ്ണത നമുക്കുണ്ടെന്ന് പറയാൻ പറ്റും? എങ്കിലും നമ്മളെ ദൈവം കൃപയോടെ നയിക്കുന്നു, അല്ലേ? നമ്മളെ നയിക്കുന്നു. ദൈവം നമ്മളെ നയിക്കുകയാണ്. നമ്മൾക്കറിയാം, നമ്മളെക്കാൾ നന്നായിട്ട് അറിയാം നമ്മളെ നയിക്കുന്ന ദൈവം. നമ്മളിലുള്ള ബലഹീനതയെ വ്യക്തമായിട്ട് അറിയാം. അപ്പോ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് മാറ്റം വരുന്നില്ലെങ്കിലും നമ്മളാൽ കഴിയും വിധം ആ വിശ്വസ്തതയെ അതില് അഴുക്ക് പുരളാതെ, മാലിന്യം കയറാതെ സാധിക്കുന്നത്രയും. ഇപ്പൊ നമുക്ക് എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റോടെ ചെയ്താൽ നമ്മളൊക്കെ ദൈവസന്നിധിയിൽ ഭയങ്കരമായി അഹങ്കരിക്കാൻ സാധ്യതകളുണ്ട്, ഇല്ല? ഞാനിപ്പോ പള്ളിയിൽ പാട്ടൊക്കെ പാടാനിരിക്കുന്ന സമയത്ത് ഞാൻ ഓരോ വരികളും പാടുമ്പോ കർത്താവേ, ഈ തൊണ്ടവേദന കാരണം എനിക്ക് ഉള്ളിലൊരു ഭയമുണ്ട് തെറ്റിപ്പോകുമെന്നുള്ളത്. പക്ഷെ ഈ തെറ്റിപ്പോകാനുള്ള പിച്ച് ഇത്തിരി ടോപ്പൊക്കെ വരണ സമയത്ത് തെറ്റിപ്പോകാൻ 100% സാധ്യതയുള്ള സമയങ്ങളിലൊക്കെ അങ്ങനെ ആ സമയത്ത് ദൈവത്തെ ഒന്ന് വിചാരിക്കുമ്പോ തന്നെ, ദൈവമേ എന്നും ഉള്ളിനുള്ളിൽ, ഇപ്പൊ ആരും അറിയാൻ പോണില്ല എന്റെ ഉള്ളിൽ എന്താ ചിന്തിക്കണമെന്ന് എനിക്ക് ദൈവത്തിന് മാത്രമാണ്. അപ്പൊ അങ്ങനെ ചിന്തിക്കുമ്പോ തന്നെ ആ സമയങ്ങളൊക്കെ ഞാൻ എളുപ്പത്തില് സിമ്പിളായിട്ട് എനിക്ക് കടന്നു പോകാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോ എല്ലാ സമയങ്ങളിലും നമുക്ക് ദൈവവിചാരത്തോടുകൂടെ ആയിരിക്കുമ്പോഴാണ് കുറച്ചുകൂടി വിശ്വസ്തയോടുകൂടെ ആയിരിക്കാനുള്ള ഒരു കൃപ നമുക്ക് നിലനിർത്തുവാൻ സാധിക്കണത്, ഇല്ലേ? അതെ, എന്ത് കാര്യത്തിലും നമുക്ക് കുറവുകളും ബലഹീനതകളും ഉണ്ട്. പക്ഷെ അതിനെ അതിജീവിക്കുവാൻ നമ്മളിലുള്ള ദൈവത്തെ ഒന്ന് ഓർത്താൽ മതി. നമുക്ക് മറിയത്തിന്റെ സ്തോത്രഗീതം വായിക്കാം. ഫിലിപ്പ് വായിക്കാം. ഫിലിപ്പ് കേൾക്കുന്നില്ലേ? മേരിപ്പോൾ വായിക്കാം. കേൾക്കാവോ? ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 46 മുതലുള്ള 46 മുതൽ 55 വരെയുള്ള തിരുവചനങ്ങൾ. പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതം. മറിയം പറഞ്ഞു, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറുങ്കൈയോടെ പറഞ്ഞയച്ചു. തന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവന്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ. നമ്മുടെ കർത്താവായ യേശു മിശിഹായ്ക്ക് സ്തുതി. ദൈവവചനമാണ് നാം കേട്ടത്. നമുക്ക്
ഈശോ നൽകുന്ന ആ ചിന്ത എന്ന് പറഞ്ഞാല് ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ അവിടെ നിന്ന് ചിതറിക്കുന്നു. അതായത് അഹങ്കാരം മാത്രമല്ല, അതായത് ഇപ്പൊ നമുക്ക് ഒരു പ്രശ്നം പ്രതിസന്ധി നേരിടുകയാണ്. അപ്പോ നമ്മുടെ ജീവിതത്തില് വിശ്വാസ പരീക്ഷണങ്ങൾ അതുപോലെ കഠിനമാവും, ഇല്ലേ? അതെ, ആവും. അപ്പൊ നമുക്ക് ചിതറിക്കപ്പെടാനുള്ള ഒരു ദുർബലതയുള്ള ഒരു എന്താണ് പ്രലോഭനം, അതായത് വിശ്വാസ പ്രലോഭനം നമുക്ക് ഉണ്ടാവും. വിശ്വാസ പരീക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രലോഭകനാണ് അത് കൊണ്ടുവരണത്, അല്ലെ? അതെ, അപ്പൊ അതെ. അങ്ങനെ വരാം. അപ്പൊ ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെന്ന് പറഞ്ഞാൽ ഈ അഹങ്കാരത്തിന് മറ്റൊരു വശമുണ്ട്. വിശ്വാസക്കുറവ് വരാനായിട്ട് ഇടയുള്ള പ്രലോഭനവും അങ്ങനെയുണ്ട്. വിശ്വാസം കുറയുമ്പോഴാണ്, അല്ലേ? എന്താ പത്രോസ്ലിഹായ്ക്ക് വെള്ളത്തിന്റെ മീതെ നടന്നു പോയപ്പോഴേക്കും ആദ്യം നല്ല വിശ്വാസത്തോടുകൂടിയാണ് ഈശോയെ കണ്ടുകൊണ്ട് നേരെ സഞ്ചരിച്ചു മുന്നോട്ട്. അതും വെള്ളത്തിൽ കൂടി, അല്ലെ? ക്ഷോഭിച്ച കടലിന്റെ മീതെ കൂടി സഞ്ചരിച്ചുകൊണ്ട് ഈശോയുടെ അടുത്തേക്ക് പോയി. പക്ഷെ പെട്ടെന്ന് കാറ്റുള്ള കൊടുങ്കാറ്റും പേമാരിയും പോലെ ആയിരിക്കുന്ന അന്തരീക്ഷത്തിൽ തന്നെ കുറച്ചുകൂടി ഇപ്പൊ നമുക്കറിയാലോ, ഭയങ്കര മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നൊരു ഇടിമിന്നല്, പെട്ടെന്നൊരു കാറ്റ്, പെട്ടെന്നൊരു ഇടികുടുക്കം ഒക്കെ വരും, അല്ലേ? അല്ലേ, വരില്ലേ? അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയില് ഈ പ്രകൃതിയുടെ ശോഭാവസ്ഥ കണ്ടിട്ട് ഈ പത്രോസ്ലീഹയുടെ ശ്രദ്ധയും ചിന്തയും ഒക്കെ ആ സെക്കൻഡുകൾ കൊണ്ടൊന്ന് ചഞ്ചലമായപ്പോ ആ സെക്കൻഡിൽ തന്നെ ആ വെള്ളത്തിനടിയിലേക്ക് ഇറങ്ങിപ്പോയി, അല്ലെ? താണുപോയി. അപ്പൊ എന്ത് പറ്റി? അപ്പോ ആ ഹൃദയത്തിൽ നടന്ന ഇതൊന്നും വർഷങ്ങളൊന്നും വേണ്ട, ആ സെക്കൻഡുകൾ കൊണ്ട് തന്നെ സംഭവിക്കും. അതുകൊണ്ട് ഈശോ പറഞ്ഞു, വിശ്വസിച്ച നീ ദൈവമഹത്വം ദർശിക്കും എന്ന് പറയുന്നുണ്ട്, അല്ലെ? അപ്പൊ വിശ്വാസ ദുർബലത വരുമ്പോ നമുക്ക് വിശ്വാസികളാണെങ്കിലും ചിതറിക്കപ്പെടാനുള്ള ഒരുപാട് അവസരങ്ങൾ ഉണ്ടാവും, അല്ലേ? നമുക്ക് വിശ്വാസം കൂടുന്നതനുസരിച്ച് എന്തുണ്ടാവും എന്നാ പറയണത്? പ്രലോഭനങ്ങളും കൂടും. പ്രലോഭനങ്ങളും കൂടും. പ്രത്യേകിച്ച് നമ്മൾ വിശ്വാസം എങ്ങനെ വർദ്ധിപ്പിക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോ പ്രലോഭകനായ പിശാച് എങ്ങനെ ഇവനെ തളർത്താം, എങ്ങനെ ഇവനെ ദുരിതത്തിലാക്കാം, എങ്ങനെ ഇവന്റെ ജീവിതത്തിന്റെ പ്രത്യാശയെ നശിപ്പിക്കാം, തല്ലി തകർക്കാം എന്നുള്ള ചിന്തയോടുകൂടിയാണ് നമ്മളെ ചുറ്റും നടക്കുന്നത്. നമ്മൾ വിചാരിക്കും പിശാച് റെസ്റ്റ് എടുക്കണേണ്. പിശാച് മാത്രമാണ് ഈ ലോകത്ത് റെസ്റ്റ് എടുക്കാത്തത്, അല്ലെ? പിശാച് റെസ്റ്റ് എടുത്തു കഴിഞ്ഞാല് ലോകത്തിൽ ഒരുപാട് സമാധാനം ഉണ്ടായേനെ, അല്ലെ? ഇപ്പൊ ഇസ്രായേൽക്കാര് പറയുന്നുണ്ട്, എന്താണ്, മുസ്ലിങ്ങള് ആരാണ്, പലസ്തീനികളോ, അവര് യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുന്നതാണ്, അല്ലെ? പക്ഷെ ഇസ്രായേൽക്കാര് തോക്ക് താഴെ വെച്ചാല് ഇസ്രായേൽ ഉണ്ടാവില്ല, അല്ലെ? അപ്പൊ അങ്ങനെയാണ് ഈ അവർക്ക് തോക്ക് താഴെ വെച്ച് കഴിഞ്ഞാല് ലോകം മുഴുവനും രക്ഷപ്പെടും. പക്ഷെ ഇസ്രായേൽക്കാർ തോക്ക് താഴെ വെച്ച് കഴിഞ്ഞാല് ഇസ്രായേൽ ഉണ്ടാവില്ല, അല്ലെ? ഇതുപോലെ തന്നെയാണ് ഒരു ആത്മീയ ജീവിതവും. അതായത് പ്രലോഭകൻ ലോകം മുഴുവൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ഇസ്രായേലാവുന്ന ദൈവത്തിന്റെ രാജ്യത്തിലെ ഓരോ മനുഷ്യർക്കും അത് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ട് തോക്ക് താഴെ വെച്ച അപകടമാണെന്നറിയാം. ഈ തോക്ക് താഴെ വെക്കാതിരിക്കുന്നതിന്റെ കാര്യം എന്താണ്? അവര് വിജിലന്റ് ആവുക എന്നുള്ളതാണ്, വിജിലന്റ് ആയിരിക്കണം എന്നുള്ളതാണ്, അല്ലെ? അങ്ങനെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ ആത്മീയ ജീവിതം. നമ്മൾ എന്തെല്ലാം സമ്പാദിച്ചു കൂട്ടിയാലും നമ്മുടെ ആത്മീയമായ ഒരവസ്ഥ വളരെ ശോചനീയമാണ്. ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു, ഒരു ഫ്യൂണറൽ ലേറ്റ് മാസ്, എനിക്ക് ഭയങ്കര വിഷമവും സങ്കടവും ഒക്കെ തോന്നി. ഒരിക്കലും നമ്മൾ ചെയ്തു കൊടുക്കുന്നതിനെ ഈശോ പറയുന്ന ഒരു വലതുകൈ കൊണ്ട് കൊടുക്കുന്നത് ഇടതുകൈ അറിയരുതെന്ന, അല്ലെ? ഈശോ ചെയ്തത് വിളിച്ചു പറഞ്ഞാല് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലെ ഏറ്റവും ലാസ്റ്റ് പറയുന്നത് എന്താണ്? ഈ പുസ്തകം, ഈ ബൈബിളാവുന്ന പുസ്തകമൊന്നും പോരാ, ഒന്നും പോരാ. എന്നിട്ടും അതിനെ ക്രോഡീകരിച്ച് സോർട്ട് ചെയ്ത് ഏറ്റവും ചെറിയ രീതിയിലാക്കിയിട്ട് അതിനത്രയുണ്ട്, അല്ലെ? അപ്പോ അത്രേ ഉള്ളൂ. അപ്പോ ദൈവത്തിന്റെ ആ ഹൃദയത്തില് നമ്മളിപ്പോ നമ്മൾ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പ്രവർത്തിക്കുന്നു, ചിന്തിക്കുന്നു എന്നുള്ളത് ദൈവമാണ് നോക്കിക്കാണുന്നത്. മനുഷ്യൻ എന്തൊക്കെ നോക്കിക്കണ്ടാലും
ഇതാണ് അല്ലെ. നമുക്ക് നമ്മളിപ്പോ ഒരു എവിടെയെങ്കിലും വെറുതെ ഇരിക്കുക, അപ്പൊ നമുക്ക് എന്ത് വേണേ ചിന്തിക്കാം. ഈ ചിന്തിക്കുന്ന ആൾക്ക് പോലും അറിയില്ല ഞാൻ ചിന്തിക്കുന്ന എന്താ എത്രത്തോളം വ്യക്തതയുണ്ടെന്ന്. പക്ഷെ ഈ ചിന്തിക്കുന്ന സമയങ്ങളിലുള്ള അതായത് ഇപ്പൊ നമ്മളൊരു പദ്ധതി തീരുമാനിക്കുകയാണ്. അപ്പോ ആ പദ്ധതി തീരുമാനിക്കുമ്പോ ദൈവം പറയും അങ്ങനെയല്ല, ഇങ്ങനെ ആയിരുന്നു ചെയ്യേണ്ടിയിരുന്നത് എന്ന് ദൈവം പറഞ്ഞാൽ നമുക്കൊന്നും കേൾക്കാൻ പറ്റില്ല. കാരണം നമ്മള് ദൈവമായിട്ടുള്ള അങ്ങനെയുള്ളൊരു വിശുദ്ധ ബന്ധമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ക്ലിയർ ആവില്ല. അപ്പോ കുറച്ച് നമ്മള് നമ്മുടെ ഉദ്ദേശ പദ്ധതിയായിട്ട് മുമ്പോട്ട് പോകും. പക്ഷെ നമുക്ക് ഭയങ്കര ഫെയിലായിട്ട് തോന്നും, നമുക്ക് ഭയങ്കര നിരാശയായിട്ടൊക്കെ തോന്നും. അപ്പോ നമ്മൾ വിചാരിക്കും ദൈവമേ ഞാൻ നിന്നെ ആശ്രയിക്കുന്നുണ്ടെങ്കിലും പക്ഷെ നമ്മള് പുറകിലേക്ക് പോകുന്നു, മുമ്പിലോട്ട് കയറി വരാൻ പറ്റുന്നില്ല. അപ്പം ദൈവം പറയുന്നുണ്ട് മോളെ അങ്ങനെയല്ല, അല്ലെ മോനെ അങ്ങനെയല്ല, നീ വഴിയൊക്കെ ശരിയാണ്, പക്ഷെ ഈ വഴിയിൽ ചെറിയൊരു കറക്ഷൻ ഉണ്ട്. അല്ലെ, ചെസ് കളിക്കുമ്പോ കറക്റ്റായിട്ട് ശ്രദ്ധിച്ചൊക്കെ ഇരിക്കണം. നല്ല ബുദ്ധിമാന്മാരുടെ കളിയാണ് ചെസ് കളി അല്ലെ. ദൈവം നല്ല ബുദ്ധിപരമായിട്ട് തന്നെയാണ് നമ്മളെ കരുനയിക്കുന്നത്. പക്ഷെ നമ്മൾ അതിന്റെ ഒപ്പം നീങ്ങാത്തത് കൊണ്ട് നമുക്ക് അതിന്റെ വഴിയിലേക്ക് എത്താനായിട്ട് പറ്റുന്നില്ല. അപ്പൊ നമ്മൾ പറയും ദൈവം എന്നെ കൈവിട്ടു, ഇനി ഞാൻ എന്ത് ചെയ്യും, ദൈവം പോലും എന്നെ സഹായിക്കുന്നില്ല, ദൈവം പോലും എന്നെ നയിക്കുന്നില്ല, ദൈവം പോലും എന്നെ എന്താണ് എതിർക്കുകയാണ്. ദൈവത്തോട് ഞാൻ ഇത്രമാത്രം പ്രാർത്ഥിച്ചിട്ടും അല്ലെങ്കിൽ ചേർന്ന് നിന്നിട്ടും എന്താണ് ആത്മീയമായ കൃപയിൽ ജീവിച്ചിട്ടും പ്രാർത്ഥനകളിലും പ്രവർത്തനങ്ങളിലും ഒക്കെ അത് പുലർത്തിയിട്ട് എന്റെ കാര്യത്തിൽ ഒരു എന്താ ഒരു നീക്കം വരുന്നില്ല, ഒരു എന്താണ് ഏതാണ്ട് തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്ന് നമ്മള് ചിന്തിക്കുക. ഞാനിപ്പോ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ ചിന്തിച്ചൊരു കാര്യം, അതെ ഇന്ന് നമുക്ക് ഈശോ തന്നിരിക്കുന്ന വചനം തന്നെ എന്നോട് തന്നെ സംസാരിക്കുന്ന പോലെയാണ്. എല്ലാ ദിവസവും നിങ്ങളോട് ഞാൻ സംസാരിക്കുമ്പോഴും അത് തന്നെ എന്നോട് സംസാരിക്കുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കാറുണ്ട്. ഈശോ തന്നിരിക്കുന്ന വചനഭാഗം യെശയ്യാ 49:15. പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. പെറ്റമ്മ എന്ന് പറഞ്ഞാൽ എന്താ, അത്രമാത്രം ഒരു വ്യക്തി, അതായത് കുഞ്ഞും അമ്മയും തമ്മിലുള്ള ഒരു ബന്ധം ലോകത്തില് ഏറ്റവും പ്രേഷ്യസ് ആണ് അല്ലെ. ഒരു ശാരീരിക ബന്ധവും ആത്മബന്ധവും ഉണ്ട് അല്ലെ. മറ്റ് ബന്ധങ്ങളെക്കാൾ കുറച്ചുകൂടി അടുപ്പവും കടുപ്പവും ഉള്ളൊരു ബന്ധമാണ് അമ്മയും മക്കളും തമ്മിൽ അല്ലെ. അപ്പൊ ആ ബന്ധം പോലും മുറിഞ്ഞു പോയാലും, ആ ബന്ധം അറ്റുപോയാലും ഇത് സംഭവിക്കില്ല, ദൈവവുമായുള്ള ബന്ധം മുന്നിൽ നിന്നും ഒരിക്കലും നഷ്ടപ്പെട്ടു പോവില്ല. അപ്പോ അതായത് ഒരു ഒരു ശബ്ദം ഉണ്ടാക്കല്, അതായത് ദൈവത്തിന്റെ മുമ്പിൽ ഒരു വ്യക്തിയുടെ സ്ഥാനം എന്ന് പറഞ്ഞാൽ ദൈവത്തെ പോലെ തന്നെയാണ്. ദൈവവചനം ആരുടെ അടുത്തൊക്കെ വന്നോ അവർ ദൈവം എന്ന് വിളിക്കപ്പെട്ടു അല്ലേ. ദൈവവചനം ആരുടെ അടുത്തേക്ക് വന്നോ അവർ ദൈവങ്ങൾ എന്ന് വിളിക്കപ്പെടുന്നു. എങ്ങനെയാണ് വിളിക്കപ്പെടുന്നത്? അത് ദൈവവചനം സ്വീകരിക്കുന്നത് വഴിയാണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ ലോകത്ത് ദൈവങ്ങൾ മാത്രം ഉണ്ടാവുള്ളായിരുന്നു ഭൂരിഭാഗം അല്ല. എല്ലാവരും ദൈവവചനം കേൾക്കുന്നവരാണ്. ഇപ്പൊ നമുക്കറിയാം യൂട്യൂബും ഫേസ്ബുക്കും അല്ലാതെയുള്ള ഇപ്പൊ കേരളത്തിൽ ദൈവങ്ങൾ ഇത്തിരി കൂടിപ്പോയിട്ടാണോ ഇങ്ങനെ സംഭവിച്ചതെന്ന് എനിക്കൊരു സംശയമുണ്ട് അല്ലെ. ദൈവത്തിന്റെ നാടെന്നാണ് കേരളത്തിൽ തന്നെ വിശേഷിപ്പിക്കുന്നത് അല്ലെ. കേരളത്തിൽ നടന്ന സുവിശേഷ പ്രഘോഷണവും ധ്യാനങ്ങളും കൺവെൻഷനുകളും വെച്ച് കഴിഞ്ഞാൽ ദൈവങ്ങളാണ് ഇവിടെ വർദ്ധിക്കേണ്ടത് അല്ലെ. പക്ഷെ ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മുട്ടി ഒരുമി നടക്കുന്നതെല്ലാം പിശാചുക്കളെ പോലെ തോന്നണം അല്ലേ. നമുക്ക് ഒരു പിടിപാടും കിട്ടുന്നില്ല. കാരണം എന്താണ്, അങ്ങനത്തെ ഒരു എന്താണ് ഒരിടത്തും പ്രതീക്ഷിക്കാൻ പറ്റാത്ത വിധം ഒരു അന്ധകാരാവൃതമായ അവസ്ഥയിൽ നമ്മൾ വിശ്വാസത്തിലേക്ക് വരുന്നതോറും നമ്മളെ തല്ലി തകർക്കാണെങ്കിൽ വലിച്ചഴിച്ച് താഴ്ത്തോട്ടിടാനും ഒക്കെയാണ് ആളുകളുള്ളത്. അപ്പൊ നമുക്ക് എവിടെയാണ് നമ്മള് ഡിപ്പെൻഡ് ചെയ്യുന്ന വെച്ചാൽ നമുക്ക് കൈയെത്തിച്ച് പിടിക്കാൻ പറ്റിയ ഒരാൾ പോലും ഉണ്ടാവില്ല. പക്ഷെ കണ്ണെത്താ ദൂരത്ത് നമ്മളെ നോക്കിയിരിക്കുന്ന ഒരാളുണ്ടെന്നുള്ള പ്രത്യാശയാണ് നമുക്ക് ഉള്ളിലുള്ള ബലം അല്ലേ. അതെ. അപ്പൊ അതുകൊണ്ടാണ് ഈശോ പറയുന്നത് പെറ്റമ്മ കൂടെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്ന പലരും, കൂടെ ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്ന പലരും ഉണ്ട് എന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത്. അതായത്
എന്താണ് ഇത് ആരും ഉണ്ടാവില്ല. അതാണ് ഏറ്റവും ഒറ്റ വാക്കി പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ ഒരു സഹനങ്ങളില്, സങ്കടങ്ങളില്, വേദനകളില് ചിലപ്പോ നമുക്ക് അവരിൽ നിന്നൊന്നും വേണ്ട. ഒരു നല്ലൊരു വാക്ക്, ഒരു ആശ്വസിപ്പിക്കാൻ ഒരു ചെറിയ വാക്ക് മാത്രം മതി, അല്ലെ? കൂടെ ഇരിക്കാൻ, കൂടെ നിൽക്കാൻ, അല്ലെങ്കിൽ കൂടെ ഉണ്ടെന്നുള്ള ഒരു ബോധ്യത്തില് ആയിരിക്കുവാനൊക്കെ ഒരാളുണ്ടെങ്കിൽ നമ്മള് പലപ്പോഴും പല അപകടങ്ങളിൽ നിന്നും നമ്മൾക്ക് എന്താണ് ഭയമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാമായിരുന്നു. പക്ഷെ നമുക്കത് ലഭിക്കാഞ്ഞതിന്റെ കാര്യം എന്താണ്? ഇവരാരും ഉണ്ടാവില്ലെന്ന് നമ്മൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം, അല്ലെ? വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. അതായത് മരണം വരെ ഇത് തന്നെ. അല്ലാണ്ട് ഇപ്പൊ ഒരു നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കുന്ന സമയത്താണെങ്കിലും രോഗാവസ്ഥയിലായിരിക്കുന്ന സമയത്താണെങ്കിലും ഇത് തന്നെയാണ്, അല്ലെ? ഇപ്പൊ എന്നോട് ഒരാള് ഒരു മരണത്തെ കുറിച്ചെന്ന് പറഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് ഭയങ്കര വിഷമം തോന്നി. പക്ഷെ ഞാനിങ്ങനെ പള്ളിയിലോട്ട് പോണ സമയത്താണ്. അപ്പം കുറേ സമ്പാദിച്ചു കൂട്ടി, കുറേ സമ്പത്തുണ്ട്. പക്ഷെ മരണം ഭീകരമായി ആക്രമിച്ച് കീഴ്പ്പെടുത്തി. എന്താണ്, കോടിക്കണക്കിന് ആസ്തികളുണ്ടെങ്കിലും നമ്മൾ വളരെ ദരിദ്രം പിടിച്ച അവസ്ഥയിലാണ് മരിക്കുന്നതെങ്കിൽ നമ്മൾക്ക് അന്നേരം നമ്മൾ വിചാരിക്കും, ദൈവമേ, ജനിക്കാതിരുന്നെങ്കിൽ ഈ അപകടം എന്നിൽ നിന്ന് ഒഴിവായി പോയാനേ, അല്ലേ? ചിന്തിക്കൂലേ? ഈശോ പറയുന്നുണ്ട്, ലോകം മുഴുവൻ നേടിയാലും ആത്മാവ് നഷ്ടമായാലും സ്വന്തം ആത്മാവിനെ സംരക്ഷിക്കാൻ കഴിവില്ലാത്തവൻ ലോകത്തെ വെട്ടിപ്പിടിക്കുന്നത് മൂഢന്റെ കൂടാരം പോലെയാണ്, അല്ലേ? ദരിദ്രൻ അങ്ങനെയല്ല. ദരിദ്രന് നഷ്ടം വന്നാലും ലാഭം വന്നാലും ഒന്ന് തന്നെ, അല്ലെ? ദരിദ്രന്റെ നഷ്ടം അവനൊരു ലാഭം തന്നെയാണ്. അതാണ് ലാസറിന്റെ ജീവിതം നമ്മളോട് പറഞ്ഞു തരുന്നത്, അല്ലെ? ഇന്ന് ഞാനിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ നമ്മുടെ ശാന ഞായറാണ്, എല്ലാവരും കോഴിക്കോട്ടൊക്കെ ഉണ്ടാക്കുമല്ലോ. ഞാനിങ്ങനെ ഓർത്തത് ഈശോയെന്ന് കോഴിക്കോട്ടെന്നെ പറ്റി പറയാം. കാരണം കോഴിക്കോട്ടെന്ന് പറയുന്നത് എന്താണെന്നറിയാലോ, അല്ലെ? ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കാട്ടാ, പള്ളിയിൽ 6 മണിക്ക് എത്തിക്കണം. നന്നായി. അപ്പൊ എന്തായാലും കോഴിക്കോട്ട് ഉണ്ടാക്കുമ്പോ ഒന്ന് ശ്രദ്ധിച്ചോ, എന്തെല്ലാം പ്രോസസ്സിംഗ് ഉണ്ട്. നമ്മളിങ്ങനെ ഉണ്ടാക്കാൻ അറിയാവുന്നതുകൊണ്ട്, നമുക്ക് ഉണ്ടാക്കുന്ന പ്രോസസ്സിംഗ് ഒക്കെ അറിയാവുന്നതുകൊണ്ട് അത് നമ്മള് അങ്ങനെ ഉണ്ടാക്കി പോവാണ്, അല്ലെ? ഇപ്പൊ പുട്ടാണെങ്കിൽ, കോഴിക്കോട്ടാണെങ്കിൽ, അപ്പമാണെങ്കിൽ, എന്താണെങ്കിലും അത് നമ്മൾ ഉണ്ടാക്കി പോകണം. പക്ഷെ കോഴിക്കോട്ടെ എന്ന് പറഞ്ഞ ഈ ഫുഡ് ഒരു പ്രത്യേകമായ ഒരു ഫുഡാണ്. അതായത് ഭയങ്കര പ്രോസസ്സിംഗ് ആണ്. നമ്മൾ ആദ്യം ആലോചിച്ചൊക്കെ എല്ലാവർക്കും അറിയാം, എന്നാലും ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറഞ്ഞാണ്. കാരണം ഒരു ദിവസം ഒരു 4 വർഷത്തിന് മുമ്പ് എന്നോട് ഈശോ ചോദിച്ചു, നിങ്ങൾക്ക് എനിക്ക് ഉള്ള പൊതിച്ചോറാകാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പൊ അന്ന് ഞങ്ങള് അത് ഒരു 4 മണി പ്രയർ ആയിരുന്നു. അപ്പൊ അവനോട് കുറച്ച് പേരുണ്ട് അന്നേരത്തെ പ്രാർത്ഥന കൂട്ടായ്മയിലുണ്ടായവര് ഉണ്ടോന്ന് എനിക്ക് ഓർമ്മയില്ല. എന്നാലും പൊതിച്ചോറ് ഉണ്ടാക്കാൻ പറ്റുമോ, അതായത് നിങ്ങൾ എനിക്ക് വേണ്ടി പൊതിച്ചോറാകാമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു, പൊതിച്ചോറെന്ന് ഇങ്ങനെ ചിന്തിച്ചു. അപ്പൊ ഞാൻ എന്നിട്ട് കൂട്ടായ്മയിലുണ്ടായ അവരോട് ഞാൻ പറഞ്ഞു, ഈശോ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, പൊതിച്ചോറാകാമോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ അതിനെപ്പറ്റി ഒരു കുറച്ചൊരു മിനിറ്റോളം ധ്യാനിച്ചപ്പോ പൊതിച്ചോറെന്ന് പറഞ്ഞാൽ നമുക്കറിയാം എങ്ങനെയൊക്കെയാ വരുന്നത്. അതുപോലെ മറ്റൊരു വിഭവമാണ് ഈ കോഴിക്കോട്ടെ, അല്ലേ? കോഴിക്കോട്ടെ കുറച്ചും കൂടി പ്രോസസ്സിങ് കുറച്ചും കൂടി വേദനാജനകമാണ്. ആദ്യം എന്ത് ചെയ്യണം? പച്ചവെള്ളം നമ്മൾ തിളപ്പിക്കണം, തിളപ്പിക്കണം. അതിനു മുമ്പ് നമ്മള് അരിയാണല്ലോ, അരിപ്പൊടിയാണത്, വെറുതെ അരിപ്പൊടി ആവുന്നില്ല. ആ അരി പൊടിച്ച് എന്ത് ചെയ്യണം? നല്ല മിനുസമാക്കണം. പിന്നെ എന്ത് ചെയ്യണം? അതിനെ വീണ്ടും വറുക്കണം, അല്ലേ? പച്ചപ്പൊടി വെച്ചിട്ട് നമ്മൾ കോഴിക്കോട്ട് ഉണ്ടാക്കുവോ? ഇല്ല. അപ്പൊ അതിനെ വറുക്കണം. വറുത്തത് മയപ്പെടണം. അത് നന്നായിട്ട് മുപ്പായെന്ന് മനസ്സിലാകുമ്പോഴാണ് നമ്മളത് നിർത്തുന്നത്. അങ്ങനെ ആ പൊടി തണുത്ത് പിന്നെയും എന്ത് ചെയ്യും? തിളച്ച വെള്ളം ഒഴിക്കും. അതിന്റെ മീതെ തിളച്ച വെള്ളവും ഒഴിക്കുന്നത്. ആലോചിച്ച് നോക്കിയേ, ഇടിവെട്ടായിട്ട് തന്നെ പാമ്പ് കടിച്ചു എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? ഇത് എത്ര പ്രാവശ്യമാണ് ഈ കടി കൊള്ളണത്, അല്ലേ? നമ്മൾ കോഴിക്കോട്ട് ചെല്ലുമ്പോ ഒന്നും അറിയണില്ല, വളരെ സുഖമായിട്ട് അങ്ങനെ 2-3 കടി അടിക്കുമ്പോ കഴിഞ്ഞു ഇതിന്റെ അവസ്ഥ, അല്ലേ? പക്ഷെ ഇതിന്റെ പ്രോസസ്സിംഗ് ആലോചിച്ച് നോക്കിയേ. ഒരു
എന്താ ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അതേപടി തന്നെ ഇരിക്കും അല്ലെ. അപ്പൊ നെല്ല് അരിയാകുന്നു, അരി എന്താണ് അതിന്റെ പ്രോസസ്സിങ് എല്ലാം കഴിഞ്ഞ് നല്ല പൊടിയാവുന്നു, പൊടി പിന്നെയും വറുത്ത് പൊടിക്കുന്നു, മിനുസപ്പെടുന്നു അല്ലെ. പിന്നെ അതിനെ നമ്മൾ അരിക്കും. പണ്ടൊക്കെ അങ്ങനെയാ. പണ്ടൊക്കെ ഇതൊക്കെ ചെയ്യുമ്പോ എല്ലാവരും അടുപ്പിച്ചടുപ്പിച്ച് മില്ലുകളൊക്കെ ഉണ്ട്. ഇപ്പൊ എല്ലാം നമുക്ക് പാക്കറ്റ് പൊടി കിട്ടുന്നതുകൊണ്ട് നമ്മൾ അറിയണില്ല അല്ലെ. അപ്പൊ അങ്ങനെ ചെയ്യുന്നു. എന്നിട്ട് ഇത് പിന്നെ തിളച്ച വെള്ളത്തിലിട്ട് കുഴച്ച് മറിച്ച് അതിനെ ഇഞ്ചപ്പരി നോക്കി അത് മയപ്പെടുത്തുന്നു അല്ലെ. പിന്നെ അതിൽ നിന്ന് വിടിവിച്ച് ചെറിയ ചെറിയ ഉരുളകളാക്കുന്നു. ഇപ്പൊ നിങ്ങളിന്ന് കോഴിക്കോട് ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഈ പ്രോസസ്സിംഗ് ഒക്കെ എത്രമാത്രം വേദനാജനകമാണെന്ന് ആലോചിച്ചാൽ മതി. നമ്മൾ ശരിക്കും ഞാനടക്കം ആരൊന്നും ചിന്തിക്കുകയൊന്നുമില്ല, ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമുക്കിത് എത്രയും വേഗം ഉണ്ടാക്കി പുഴുങ്ങി വേണ്ട ആൾക്കാർക്കൊക്കെ തീറ്റിക്കുക, അതാണ് നമ്മുടെ ഉദ്ദേശ ലക്ഷ്യം. അല്ലാണ്ട് വേറെ ഉദ്ദേശ ലക്ഷ്യം നമുക്കില്ല. പിന്നെ എന്താ ഒരു പണ്ട് തുടങ്ങി ഇങ്ങനെയുള്ളൊരു ചടങ്ങ് പോലെ കടന്നു പോവുകയാണ് അല്ലെ. ശരിക്കും പറഞ്ഞ ഈ പ്രോസസ്സിംഗ് എന്തിനെയാണ് ഉദ്ദേശിക്കുന്നത്? അതറിയത്തില്ല, ഞാൻ ചോദിക്കാൻ വിചാരിച്ചു. ശരിക്കും പറഞ്ഞ ഈശോയുടെ കുരിശ്, ഞാൻ ദൈവശാസ്ത്രപരമായിട്ടൊന്നും അല്ല പറയണത് കേട്ടോ. എന്നെ ഈശോ പരിശുദ്ധാത്മാവ് പറഞ്ഞു തരുന്ന അത് മാത്രമേ എനിക്ക് പറഞ്ഞു തരാൻ അറിയുള്ളൂ. അതായത് ഈ ഓശാന എന്ന് പറഞ്ഞാൽ ഇന്നാണ് അല്ലെ. അടുത്ത വെള്ളിയാഴ്ച വരുമ്പോഴാണ് ഈശോ കുരിശിലേക്ക്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇന്നൊരു ഗത്സമനി പോലെയാണ് ഈ കുരിശിന്റെ അതായത് സഹനങ്ങളുടെ പ്രിപ്പറേഷനാണ് അല്ലെ. സഹനങ്ങളുടെ പ്രിപ്പറേഷനാണ് ഈ കോഴിക്കോട്ടെ തിരുനാള് അല്ലെ. ഓശാന ഞായർ എന്ന് പറഞ്ഞാല് വരണണ്ടടാ അടി വരാൻ പോണ്ടെന്നുള്ളതിലാണ് ഈശോ ഈ ഓശാന പാടി എതിരേറ്റവരും ഇന്ന് നിശബ്ദരായിരിക്കുന്നു അല്ലെ. കോഴിക്കോട്ടെ തിന്നവരും മിണ്ടാണ്ടിരിക്കുന്നു അല്ലെ. ഈ അരിയുടെ കാര്യം അങ്ങനെയാണ്. പിന്നെന്താ, ഈ ശർക്കര ഉണ്ടാക്കുന്നതും അറിയാലോ അല്ലെ. എല്ലാം പറഞ്ഞ് സമയം കളയണില്ല, എല്ലാ കാര്യം അറിയാലോ, അമ്മമാരല്ലേ ഉള്ളവരെല്ലാവരും. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം വലിയ വലിയ പ്രോസസ്സിങ്ങിൽ കൂടിയാണ് അല്ലെ. ശർക്കര ഉരുക്കി അത് വെള്ളമാക്കി അതിന്റെ പാകമാക്കുന്നു. അതുപോലെ തേങ്ങ അതുപോലെ മുകളിൽ കിടക്കുന്ന തേങ്ങ താഴെ വീണ് അത് പൊട്ടിച്ച് പൊളിച്ച് കീറിപ്പറിച്ച് അതിന്റെ സർവത്ര സംഭവവും അഴിച്ചു മാറ്റി അവസാനം പൊട്ടിക്കുന്നുണ്ട്. ഇത് തേങ്ങ അങ്ങനെ തന്നെ വെക്കുന്നില്ല, അത് തേങ്ങ രണ്ടാക്കി മുറിക്കുന്നുണ്ട് അല്ലേ. അതിനെ ചിരകി എടുക്കുമ്പോ അതിനെന്തേതിന് വേദനയൊന്നുമില്ലേ അല്ലേ. ഈ തേങ്ങ ചിരകി അതിന്റെ സർവ്വതും ചിരകി അവസാനം വരെ നമ്മൾ ചിരകില്ലേ. അവസാനം ചിരട്ട മാത്രം പോകും അല്ലെ. അതിന്റെ കഴമ്പ് നമ്മൾ മുഴുവൻ എടുത്തിട്ട് ചിരട്ട വലിച്ചെറിഞ്ഞ് കളയും. ചിരട്ട പോലെയാണ് പലപ്പോഴും കാണുന്നത് അല്ലെ. ആവശ്യം കഴിയുമ്പോ നമ്മൾ ഈശോ ചിരട്ടയായി പോകും അല്ലേ. നമ്മുടെ ആവശ്യങ്ങൾ കഴിയുമ്പോ അനുഗ്രഹമൊക്കെ കിട്ടി കഴിയുമ്പോ നമുക്ക് ചില സമയങ്ങളിൽ ചിരട്ട പോലെയാണ്. അപ്പോ അത് കഴിഞ്ഞിട്ട് നമ്മള് ഇത് എന്താണ് ഈ ശർക്കര പാനിയിലിട്ട് ഉരുക്കി അതിനെ പാകപ്പെടുത്തി പെട്ടെന്ന് ഇടുമ്പോ തന്നെ എടുക്കുന്നില്ല, അതിട്ട് അവിടെ നിന്ന് വെന്ത് വേവിക്കുന്നുണ്ടല്ലേ അല്ലെ. ഞാനിതെല്ലാം പറഞ്ഞെന്ന് വെച്ചാല് ആ പ്രോസസ്സിംഗ് ഒക്കെ എല്ലാവർക്കും അറിയെങ്കിലും നമ്മള് ചെയ്യുമ്പോ അത് ഓർക്കാനാണ്. അപ്പൊ ഇത്രയും വേദനാജനകമായ വഴികളിൽ കൂടി നല്ലൊരു ഫുഡ് നമുക്ക് റെഡിയാക്കി തരുന്നുണ്ട്. അതെന്താണ്? ഈശോയുടെ ദിവ്യകാരുണ്യം തന്നെയാണ് അല്ലെ. ദിവ്യകാരുണ്യം വരെ എത്തുന്നുണ്ട് അത്. പക്ഷെ നമ്മളത് ചിന്തിക്കാത്തത് കൊണ്ട് നമുക്കത് കോഴിക്കോട്ടെ അല്ലേ. മർത്തയും മറിയേയും ലാസറിന്റെ വീട്ടിൽ ചെന്നപ്പോ മർത്തയും മറിയേയും ഈശോയ്ക്ക് കോഴിക്കോട്ടെ ഉണ്ടാക്കി കൊടുത്തു എന്നാ പറയുന്നേ. അതെനിക്കറിഞ്ഞൂടാ. ഐതിഹ്യം അതായിരിക്കും. അത് നമുക്കറിഞ്ഞൂടെ. ഞാനിപ്പോ ഇത് പറഞ്ഞു വെച്ചാല് പരിശുദ്ധാത്മാവ് ഓർപ്പിച്ചു തരുന്നതാണ് ഞാൻ പറഞ്ഞില്ലേ. കാരണം നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി. നമ്മൾ ഓരോ ജോലിയിലും നമ്മുടെ ഓരോ വാക്കിലും അർത്ഥമുള്ളതുപോലെ നമ്മുടെ ഓരോ അധ്വാനങ്ങളിലും ഓരോ എന്താണ് ഭക്ഷണം ഉണ്ടാക്കുന്നതിൽ ഇപ്പൊ കേക്ക് ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ്? മൈദ, മുട്ട, അങ്ങനെയല്ല, അതല്ല. കേക്ക് ഉണ്ടാക്കുന്നത് എന്താ അതിന്റെ ഒരു റീസൺ ഉണ്ടല്ലോ. നല്ലൊരു സന്തോഷത്തിന്റെ ദിവസത്തിന് വേണ്ടിയാണ് നമ്മളത് ഉണ്ടാക്കുന്നതിലേക്ക് വാങ്ങിക്കുന്നത് അല്ലെ. പായസം ഉണ്ടാക്കുന്നത് അങ്ങനെ അല്ലേ.
പക്ഷെ കോഴിക്കോട് ഉണ്ടാക്കുന്നത് അങ്ങനെയല്ല. ദുഃഖത്തിൽ കോഴിക്കോട്ട ഈശോയുടെ എന്താണ് പീഡാനുഭവത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്. അതെ എല്ലാവരും ഇന്ന് ഓശാന ഞായറാഴ്ചയായിട്ട് നാളത്തെ ഇതിനു വേണ്ടി ആഘോഷിക്കുന്ന ഓശാന ഭക്ഷണമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. പക്ഷെ അതിന്റെ ഒരു ആത്മീയ രഹസ്യം, അതായത് ഞാൻ തിയോളജിക്കൽ ആയിട്ടല്ല പറഞ്ഞത്, ഇത് പരിശുദ്ധാത്മാവ് പറഞ്ഞു തരുന്നതാ. നിങ്ങളത് ആത്മീയമായി ചിന്തിച്ചാൽ മതി. ഇത് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാനായിട്ട് പരിശുദ്ധാത്മാവിനോട് ചോദിക്കുന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം ഈശോ പറഞ്ഞു തരുന്നതിൽ ഒരു പെർഫെക്ഷൻ ഉണ്ട്, ഇല്ലേ? നമ്മള് മനസ്സിലാക്കണം, ഈ ഓശാന എന്ന് പറഞ്ഞാല് കല്ലേറുകൾക്ക് വേണ്ടി ഒരുക്കപ്പെടാൻ, വേദനകൾക്ക് വേണ്ടി, സഹനങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെടുവാൻ തന്നെ ഒരുക്കുന്ന ഈശോയുടെ ശരീരത്തിന്റെ രഹസ്യങ്ങൾ ഈശോയുടെ ശരീരത്തിൽ കിടന്നിങ്ങനെ വേവുകയാണ്, അല്ലെ? ഈശോ തബോർ മലയിൽ രൂപാന്തരീകരണം കഴിഞ്ഞ പിന്നെയാണ് താഴ്വരയിലേക്ക് ഇറങ്ങുന്നത്, അല്ലെ? അന്നേരം ഭയങ്കര വിഷമം കൊണ്ടാണ് നടക്കുന്നത്. അപ്പൊ ഈശോ എന്താണ് രൂപാന്തരീകരണം സംഭവിച്ചു. അവിടെ എന്താ, അവിടെ ഒരു അവിടെ ഒരു കോഴിക്കോട്ട് നിർമ്മാണം കഴിഞ്ഞു, അല്ലേ? ഈശോ പക്ഷെ ഈ ആ കോഴിക്കോട്ടെ തിന്നാനായിട്ട് അവരുടെ ഹൃദയം തുറക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവര് പറഞ്ഞു, ഞങ്ങള് വേറെ കോഴിക്കോട് ഉണ്ടാക്കാം, നമുക്കിവിടെ 2 കൂടാരം അടിക്കാം എന്ന് പറഞ്ഞു. ഇപ്പൊ തൽക്കാലം ആ ഭക്ഷണം വേണ്ട, ഇപ്പൊ നമുക്ക് വേറെ ടേസ്റ്റുള്ള സംഭവം ഉണ്ടാക്കാം, നമുക്ക് ഇഷ്ടമുള്ള സംഭവം ഉണ്ടാക്കാം. പക്ഷെ കർത്താവ് സ്വർഗത്തിൽ നിന്ന് തന്നെ പറഞ്ഞു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനെ നിങ്ങൾ ശ്രവിക്കുവിൻ എന്നാ പറഞ്ഞു. പക്ഷെ ഇവർക്ക് ശ്രവണപുടം ക്ലിയർ അല്ലായിരുന്നു. കേൾവിക്കൊന്നും കുഴപ്പമുണ്ടായില്ല, എന്താണ് ഹൃദയത്തിന് എന്തോ തകരാറുണ്ടായിരുന്നു. അവർക്ക് മനസ്സിലാകുന്നില്ല, അല്ലെ? മനസ്സിലാകുന്നുണ്ടായില്ല. അതായത് നമ്മളിപ്പോ പലതും, ഇപ്പൊ ഞാനീ പറയണതും ഞാനടക്കം പലതും നമുക്കങ്ങോട്ട് മനസ്സിലാവില്ല. അതായത് നമ്മളുടെ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് വരുന്നത് എന്തിനാണെന്ന് പലപ്പോഴും നമുക്ക് മനസ്സിലാവില്ല. അതുപോലെ നമ്മൾ പ്രാർത്ഥിക്കുന്ന എന്തിനാണെന്ന് നമ്മുടെ ജീവിതകാലത്ത് വ്യക്തമായിട്ട് നമുക്കിപ്പോഴും മനസ്സിലാവില്ല. ജപമാല ചൊല്ലുന്നത് എന്തിനാണെന്ന് നമുക്കിപ്പോഴും മനസ്സിലാവില്ല. അല്ലെങ്കിൽ വിശേഷപ്പെട്ട ഈ ദിവസങ്ങളിൽ കൂടി നമ്മൾ കടന്നു പോകുമ്പോൾ അത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് മനസ്സിലാവില്ല. പരിശുദ്ധ കുർബാനയിലായിരിക്കുമ്പോൾ എനിക്ക് ഇന്നലെ ഭയങ്കര തൊണ്ടവേദനയായിരുന്നു. ഞാൻ എപ്പോഴും പറയുന്നതെന്ന് വെച്ചാൽ, എനിക്ക് ഇഷ്ടമില്ല വേദന എന്ന് പറയുമെങ്കിൽ എന്റെ ഒരു ഇത് നിങ്ങളോട് ഷെയർ ചെയ്യുമ്പോൾ അതായത് ഞാനിങ്ങനെ ആലോചിച്ചു. ഇന്നലെ എനിക്ക് 3 കുർബാന, രാവിലെ 6:30 കുർബാന, സാധാരണ കുർബാന, അത് കഴിഞ്ഞപ്പോഴാണ് ഒരു ലേറ്റ് മാസ് ഉണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരം 5:30 കുരിശിന്റെ വഴിയും കുർബാനയും. അപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞ ഒരു ലേറ്റ് മാസ് എന്തായാലും പോണം, കമ്പൽസറി ആണ്. രാവിലത്തെ കുർബാന ഞാൻ അച്ഛനോട് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഗത്സമൻ മണിക്കൂറുകളുള്ള ദിവസം, അതായത് നൈറ്റ് വിജിലുള്ള ദിവസമാണ് അച്ഛാ. അതുകൊണ്ട് ഞാൻ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ചിലപ്പോഴേ വരുള്ളൂ. അപ്പൊ അച്ഛൻ അമ്മോട് അങ്ങനെ ഇഷ്ടമല്ല, അച്ഛന് കംപ്ലൈന്റ് പറയാറുണ്ട്. ഞാൻ പറഞ്ഞു, എനിക്കന്ന് എഴുന്നേറ്റ് വരാനൊക്കെ ഭയങ്കര പാടാച്ചു. ഞാൻ 2 മണിയൊക്കെ കിടക്കുമ്പോ. അപ്പൊ സോഫി നന്നായിട്ട് കിടന്ന് ഉറങ്ങി റെസ്റ്റ് ഒക്കെ ചെയ്യണം, പള്ളിയിൽ പാടാൻ അതൊന്നും ശരിയാകൂല എന്നൊക്കെ പറയും. അപ്പൊ ഞാൻ പറഞ്ഞു, വെച്ചാൽ എനിക്ക് എഴുന്നേറ്റ് വന്ന് ഞാൻ ഓക്കെ, പക്ഷെ എക്സ്ക്യൂസ് അന്ന് പറഞ്ഞു തന്നു തുടങ്ങി, എന്നെ കുത്തിപ്പോക്കാൻ തുടങ്ങി. ഞാൻ ഈ ഇടക്കിടക്ക് അലാറം അടിക്കുന്നതിന് മുമ്പേ സമയമായോ എന്ന് പറഞ്ഞ് ഇടക്കിടക്ക് അലാറം എടുത്ത് നോക്കും. അപ്പൊ എനിക്ക് മനസ്സിലായി, ഞാൻ എക്സ്ക്യൂസ് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അങ്ങനെ ഈ കുർബാനക്ക് പോയില്ലെങ്കിലും എനിക്ക് ഉറങ്ങാൻ പറ്റൂല. വെറുതെ കിടന്ന് അങ്ങനെ ഇരിക്കല്ലോ, അല്ലാണ്ട് എനിക്കൊരു ഗുണവുമില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, വെറുതെ ഇങ്ങനെ കിടക്കുന്നത് പള്ളി പോണല്ലേ, നിർത്ത് എഴുഞ്ഞും വലിഞ്ഞൊക്കെ പോകും. പക്ഷെ ഇന്നലെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അത് വെള്ളിയാഴ്ച ദിവസം ഇത്തിരി വിഷമങ്ങൾ കൂടുതലായിരിക്കുള്ളൂ. പക്ഷെ ഇന്നലെ എനിക്ക് ഭയങ്കര സ്ട്രെയിൻ ചെയ്തൊക്കെ പാടേണ്ടി വന്നു. എനിക്ക് അത്രയൊന്നും പറ്റണില്ല. ഇന്നിപ്പോ ഇങ്ങനെ സംസാരിച്ചിരിക്കുമ്പോഴും സ്ട്രെയിൻ ചെയ്യാണ്. അപ്പൊ ഡോക്ടർ പറയണത് ഒട്ടും സ്ട്രെയിൻ ചെയ്യരുത്. പക്ഷെ നമുക്ക് അത് ആ ഒരു കാര്യം മാറ്റിവെക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു. അപ്പൊ ഈശോ എന്നോട് പറഞ്ഞു, എന്റെ മോളെ, ഒരു കുർബാനക്ക് വേണ്ടി ഓരോരുത്തർ എത്ര ദൂരം താണ്ടിയാ പോണത്, എത്ര കഷ്ടപ്പെടുന്നുണ്ട്, എന്തോരം ആഗ്രഹിച്ചൊരുങ്ങിയൊക്കെയാണ് ദൂര സ്ഥലങ്ങളിലേക്ക്. നിനക്ക് ഇവിടെ മുറ്റത്ത് കുർബാന വന്നിട്ട് നിനക്ക് നിന്റേതായ കുഞ്ഞു കുഞ്ഞു സഹനങ്ങളിൽ നിന്നെ സ്വീകരിക്കാത്തതുകൊണ്ടാണ് നിനക്കത് വിലയില്ലാണ്ടായി പോണത് എന്ന്. ഞാനപ്പോ 5:30 കുർബാനക്ക് ഞാൻ പോകില്ല, എനിക്ക് വയ്യ. കാരണം കുരിശിന്റെ വഴിയിൽ ഇത്രയും പാട്ടും ഒക്കെ ഉണ്ട്, അപ്പൊ എനിക്ക് പാടാനൊക്കെ ഭയങ്കര പ്രയാസം. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ പോകില്ല. പക്ഷെ ആ സമയമായപ്പോ ഞാൻ എടുത്തൊരുങ്ങി വേഗം പോകാൻ നോക്കി. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോ പിന്നെ ശബ്ദമില്ല.
അപ്പൊ വീട്ടിൽ പറയണത് രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ എല്ലാം ചെയ്യണത് ഈ തൊണ്ടവച്ച ഒച്ചയും വെള്ളവും പ്രാർത്ഥനയും പാട്ടും എല്ലാം ചെയ്യും. പ്രാർത്ഥനക്ക് വന്നിരിക്കുമ്പോ ഒച്ചയില്ല, ഒന്നുമില്ല. നമ്മളുടെ വിഷമം നമ്മൾ മാത്രം, ദൈവം മാത്രം അറിയുന്നു. അപ്പം പ്രാർത്ഥനക്ക് വരുമ്പോഴേക്കും ഞാൻ പറയും, ഞാൻ ഇത്ര നേരമൊക്കെ പ്രാർത്ഥിച്ചല്ലേ, നിങ്ങൾ ഇപ്പൊ മാത്രമല്ല ഇരുന്ന് പ്രാർത്ഥിക്കുന്നത്, അത് നിങ്ങൾ ഇരുന്ന് പ്രാർത്ഥിക്കും, ഞാൻ കൂടെ ഇരുന്നോളാൻ പറയും. അപ്പൊ അവര് എന്നെ കുറ്റപ്പെടുത്തും. കാരണം ശരിയല്ലേ, ഞാൻ ഈ പഴയ സമയം മുഴുവൻ എഴുന്നിട്ട് സ്വന്തം കുടുംബത്തിന് പ്രാർത്ഥനയ്ക്ക് വരുമ്പോഴേക്ക് ശബ്ദമില്ല. അപ്പോ എന്താണെന്നുള്ളത് എന്താ ഇപ്പൊ ഈ കോഴിക്കോട് ഉണ്ടാക്കുന്ന പോലെ ഈ അവസാനം വരുമ്പോ ഉണ്ടാക്കിയവന്റെ വാല്യൂ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ എന്താ കഴിക്കുന്നവന് നല്ല ആസ്വദിച്ച് അങ്ങോട്ട് കഴിക്കാൻ പറ്റും. അത് ഉണ്ടാക്കുന്ന വ്യക്തിയും ഈ ഉണ്ടാക്കാൻ ഉപയോഗിച്ച വസ്തുവും അനുഭവിച്ച ബുദ്ധിമുട്ടും ഒക്കെ ആരറിയുന്നു? ആരെങ്കിലും അറിയുന്നുണ്ടോ? ഇല്ല ഇല്ല ഇല്ല. ഇല്ല. അപ്പൊ ഈശോ പറയാണ്, ഇതെല്ലാം അറിയുന്നുണ്ട് മക്കളെ, എല്ലാം അറിയുന്നുണ്ട്. ദൈവം അറിയാതെ ഒരു സമയം പോലും നമ്മളിൽ കൂടി കടന്നു പോകണില്ല. പെറ്റമ്മ മറന്നുപോയാലും ഞാൻ നിന്നെ മറക്കില്ല. ഈശോ പറയുന്ന വാക്കുകൾക്ക് ആഴമായ ചിന്തയുണ്ട്, അല്ലെ? ഏറ്റവും അടുത്തിരിക്കുന്ന ആളുകൾ പോലും മനസ്സിലാകാതെ പോയാലും എന്ത് പറയും? ഈശോ പറയും, നിന്റെ ഓരോ ശ്വാസവും ഞാൻ അറിയുന്നുണ്ട്. അല്ലെ? ഈ എന്താണ് ഈ വചനഭാഗത്തില് ജെറുസലേം പ്രവാസികൾ ജെറുസലേമിലേക്ക്, പ്രവാസികൾ എന്ന് പറഞ്ഞാൽ എന്താ? സ്വന്തം ജീവിതം ഹോമിച്ച് ജീവിക്കുന്ന ഒരു ജീവിതമാണ് പ്രവാസികൾ, അല്ലെ? അല്ലെ? അതായത് ഇപ്പൊ നമ്മള് വീട് വിട്ട് ദൂരക്ക് പോയി അധ്വാനിക്കുന്ന ഓരോരുത്തരും പ്രവാസികളുടെ ജീവിതമാണ്, അല്ലെ? അപ്പൊ ഇതുപോലെയാണ് ഇസ്രായേൽ ജനങ്ങൾ അതുപോലെ വിഷമിച്ച് കടന്നു പോകുന്ന ഒരു സമയം. അപ്പോ പറയുന്ന കർത്താവ് ചെയ്യുന്ന പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളി, രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു, രാജ്യം സ്ഥാപിക്കുവാനും ശൂന്യമായ അവകാശ ഭൂമിയെ പുനർവിഭജനം ചെയ്തു കൊടുക്കുവാനും ഞാൻ നിന്നെ സംരക്ഷിച്ച് ജനത്തിന് ഉടമ്പടിയായി നൽകിയിരിക്കുന്നു. അപ്പോ ഈ ഇതൊക്കെ എന്താണ്? ജെറുസലേം പറയാണ്, വിഷമിച്ചിരിക്കുകയാണ്. എന്തെന്ന് വിഷമിച്ചിരിക്കുന്ന വെച്ചാല് ദൈവം ഞങ്ങളെ ഉപേക്ഷിച്ചു, ദൈവം ഉപേക്ഷിച്ചു എന്നാ പറയാറ്, അല്ലെ? ഈ 14ന്റെ വചനം ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോ ഈ 8ാമത്തെ വാക്ക് തുടങ്ങി കർത്താവ് വലിയ വലിയ വാഗ്ദാനങ്ങളൊക്കെ പറയാനുള്ള സമയമില്ല, അതുകൊണ്ട് പെട്ടെന്ന് വായിച്ചു. നിങ്ങൾ യെശയ്യാ 49ന്റെ 8ാമത്തെ വചനഭാഗങ്ങളാണ് ഞാൻ പറഞ്ഞത്, അത് എടുത്ത് നോക്കിയാൽ മതി. 14ാമത്തെ വാക്കിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഇത്രയും കഷ്ടപ്പെട്ടാലും ജെറുസലേം പറയുന്നു, എന്നാൽ സിയോൻ പറഞ്ഞു, കർത്താവ് എന്നെ ഉപേക്ഷിച്ചു, എന്റെ കർത്താവ് എന്നെ മറന്നു കളഞ്ഞു. അല്ലെ? നമ്മളൊക്കെ ചിലപ്പോഴൊക്കെ ഇതുപോലെ ഒരുപാട് വിഷമിച്ചും സങ്കടപ്പെട്ടും ദുരിതപ്പെട്ടും ഒക്കെ ഇരുന്ന് ആരും നമ്മുടെ വേദന അറിയുന്നില്ല, ആരും നമ്മളെ സഹായിക്കുന്നില്ല, ആരും നമ്മളെ മനസ്സിലാക്കുന്നില്ല. അതാണ് ഏറ്റവും വലിയ വേദന, അല്ലെ? അപ്പൊ ഈശോ പറയും, മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ? പുത്രനോട് പെറ്റ കരുണ കാണിക്കാതിരിക്കുമോ? അവര് മറന്നു പോയാലും ഞാൻ നിന്നെ മറക്കുകയില്ല. അടുത്ത വചനം കുറച്ചും കൂടി വലിയ ഹൃദയസ്പർശിയാണ്. ഇതാ ഞാൻ നിന്നെ എന്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, നിന്റെ മതിലുകൾ എപ്പോഴും എന്റെ മുമ്പിലുണ്ട്. ഇതാണ് നമ്മളുടെ പ്രത്യാശ, അല്ലെ? നമ്മളുടെ പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ദുരിതങ്ങളും ഒക്കെ ദൈവത്തിന്റെ മുമ്പിലുണ്ട്. അതെല്ലാം എടുത്ത് മാറ്റേണ്ട ഉത്തരവാദിത്വം ഞാൻ ഇടയ്ക്കൊക്കെ ഈശോ എന്റെ മതിലുകളൊക്കെ എന്നെ പൊക്കിക്കൊണ്ട് പോകാനുള്ള സമയമൊക്കെ കർത്താവ് എന്താ വെയിറ്റ് ചെയ്യണത്? ഞാനിങ്ങനെ എന്റെ ഭാഷയിലൊക്കെ സംസാരിക്കും. അങ്ങനെ ദൈവത്തിന്റെ ഉത്തരവാദിത്വം മറന്നുപോയോ? എന്റെ കാര്യത്തിൽ എന്താണ്? ദൈവം ഒന്ന് റെസ്റ്റ് ചെയ്യാണോ എന്നൊക്കെ ചോദിക്കും. അപ്പൊ അധികം വൈകാതെ തന്നെ ദൈവം ഇടപെടുന്നതായിട്ട് കാണും. പക്ഷെ നമ്മൾ കടന്നു പോകണം എന്നുള്ള ദൈവത്തിന്റെ തീരുമാനമാണെങ്കിൽ കടന്നു പോയേ മതിയാവും, അല്ലെ? കാരണം ഈശോ കടന്നു പോയതാണ്, അല്ലെ? ഈശോ ഇന്ന് കടന്നു പോകുന്നത് ജെറുസലേം ദേവാലയത്തിലേക്കാണ്, അല്ലെ? ജെറുസലേം ദേവാലയത്തില് അവര് വളരെ ആനന്ദത്തോടും സന്തോഷത്തിന്റെ തിമിർപ്പോടും കൂടെ അവർ ഈശോയെ സ്വീകരിച്ചു. പക്ഷേ ഞൊടിയിടയിൽ തന്നെ ഈ ആഘോഷത്തിന്റെ പെരുമഴം പെട്ടെന്ന് തന്നെ മാറ്റി സംഭവിച്ചു. എന്താ കാര്യം എന്നറിയോ? ജനങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിലല്ല ഈശോ അവിടെ പെരുമാറിയത്, അല്ലെ? പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലല്ല നമ്മുടെ ജീവിതത്തിലും ഈശോ നടപടി എടുക്കുന്നത്.
പക്ഷെ എന്തിനു വേണ്ടിയാണെന്നുള്ളത് ദൈവത്തിനറിയാം, നമുക്കറിയില്ല. അല്ലെ? അവിടെ ജെറുസലേം ദേവാലയത്തില് ദൈവത്തിന്റെ അവിടെ ആളുകൾക്ക്, മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു എന്താണ് സങ്കടങ്ങളുടെ ഇടയിൽ ദൈവത്തിന്റെ അത്ഭുതകരമായ ഇടപെടലുകൾ, നിയമങ്ങളുടെ ഇടപെടലുകൾ എല്ലാം ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് അന്ന് ഇസ്രായേൽ ജനങ്ങള് ഈശോയുടെ വരവേൽപ്പിനെ കാരണം അത്ര അത്ഭുതങ്ങളല്ലേ നടക്കുന്നത്. ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ലെന്ന് ഈ മനുഷ്യരെല്ലാവരും വിശ്വസിച്ചു. പക്ഷെ ദൈവത്തിന്റെ പദ്ധതി അതല്ലായിരുന്നു. എന്താണ്? ഈ സഹനങ്ങളുടെ ഈ എന്താണ് ഘോഷയാത്രയുടെ മുൻപില് ഒരു സന്തോഷത്തിന്റെ ഒരു വരവേൽപ്പായിരുന്നു. പക്ഷെ അടുത്ത നിമിഷം നമുക്കൊക്കെ അങ്ങനെയല്ല അല്ലെ? സങ്കടം വന്നു കഴിഞ്ഞ ഈശോ പറയുന്നത് എന്താണ്? ഇതെല്ലാം മാറി വലിയൊരു ആനന്ദം ഉണ്ടെന്ന്. പക്ഷെ ഈശോ ആദ്യം എന്താണ്? സന്തോഷിക്കുവാൻ മനുഷ്യർക്ക് അവസരം കൊടുത്തിട്ട് ടെസ്റ്റ് മാറ്റി ഈശോ കുരിശിലേക്ക് കയറിപ്പോയി. അല്ലെ? നമ്മൾക്ക് പലപ്പോഴും സങ്കടങ്ങൾ വന്നതിന് ശേഷമാണ് വലിയൊരു മഹത്വത്തിലേക്ക് പ്രവേശിക്കും. ഈശോ അങ്ങനെയല്ല. ഈശോ കുറച്ചു സമയം സന്തോഷിച്ചുകൊണ്ട് കുരിശിന്റെ ഭീകരതയിലേക്ക് ഈശോ കടന്നുപോയി. എന്താ ഈ ഈശോ ഓശാനയുടെ ഈ ദിവസങ്ങളിൽ കോഴിക്കോട്ടെ തിന്നവരെയാണോ ഓർക്കുന്നത്? പക്ഷെ ഇനിയുള്ള സമയങ്ങളിലൊക്കെ ഉണ്ടാക്കിയതിനെയും പ്രോസസ്സിങ്ങും പിന്നെ ഉണ്ടാക്കിയവരെയാണ് ഓർക്കുന്നത്. അല്ലെ? ഉണ്ടാക്കുന്നവര് ജെറുസലേം പുത്രികളാണ്. അല്ലെ? ജെറുസലേം പുത്രികളാണ്. ഉണ്ടാക്കുന്ന വസ്തുക്കളെല്ലാം ഈശോയുടെ പരിഹാരമാണ്, പരിഹാര ബലി. അല്ലെ? ഈ വസ്തുക്കളെല്ലാം ഒരു പരിഹാരം ചെയ്തിട്ട് ഒരു നല്ലൊരു വിഭവമായി മാറുകയാണ്. ജീവന്റെ മന്നയായി മാറുന്ന പോലെ നമുക്ക് ഇഷ്ടപ്പെട്ടുള്ളൊരു ഫുഡായി മാറുക. അല്ലെ? അതിപ്പോ നമ്മൾ ഡെയിലി ഉണ്ടാക്കി കഴിയുമ്പോൾ, കോഴിക്കോട്ട് ഡെയിലി ഉണ്ടാക്കി കഴിയുമ്പോ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇഷ്ടം ഉണ്ടാവും? ഇഷ്ടം കുറയും. അതുപോലെ തന്നെയാണ് പരിശുദ്ധ കുർബാന. ഡെയിലി നമ്മൾ കുർബാന സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു മഹത്വം നമ്മൾ അറിഞ്ഞുകൊണ്ടല്ല നമ്മൾ സ്വീകരിക്കുന്നത്. അല്ലെ? എല്ലാ ദിവസവും കുർബാന സ്വീകരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകത നമ്മുടെ ഹൃദയത്തിൽ, ആത്മാവിലോ സംഭവിക്കുന്നുണ്ടോ? എന്തോ ഒരു സംഭവം, പോയില്ലെങ്കിൽ എന്തോ ഒരു ഇത് മാത്രം. അല്ലേ? അല്ലേ? കുർബാന സ്വീകരിക്കുമ്പോ ദിവസവും സ്വീകരിക്കുമ്പോ അതൊരു ആനന്ദമായിട്ട് മാറുന്നു. പക്ഷെ അത് അല്ല, ഒരു പ്രത്യേകമായ എന്തെങ്കിലും പ്രോസസ്സിങ് നമ്മുടെ ഉള്ളിൽ നടക്കുന്നു നമുക്ക് തോന്നാറില്ല. അല്ലെ? തോന്നാറില്ല. അതുപോലെയാണ് കോഴിക്കോട്ടെ അനുഭവത്തിൽ പല മേഖലകളിൽ നമ്മൾ ചിന്തിച്ചാൽ മതി. നമ്മൾ ഡെയിലി ഇത് ഉണ്ടാക്കി കഴിച്ച് നമുക്ക് ഇതിനോട് വലിയ സ്നേഹവും താല്പര്യമൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇന്നത്തെ ദിവസത്തിൽ ഒരു പ്രത്യേക അനുഭവം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഉണ്ടാക്കുകയും കഴിക്കുകയും ചെയ്യുമ്പോൾ ഈശോയുടെ പീഡാസഹനങ്ങളെ തന്നെയാണ് ഈ കോഴിക്കോട്ടയുടെ വിഭവത്തിൽ കൂടി എന്തോരം സാധനങ്ങളുണ്ട് ഉണ്ടാക്കാനായിട്ട്. അല്ലെ? പക്ഷെ കേരളത്തിൽ മാത്രമാണോ ഇനി വേറെ രാജ്യങ്ങളിൽ ഇത് ഇങ്ങനെ ഈ കോഴിക്കോട്ടെ വിഭവം തന്നെ എനിക്കറിയില്ല. പലപ്പോഴും എനിക്ക് അതിനെക്കുറിച്ച് ഗ്രാഹ്യമായിട്ടൊന്നും അറിയില്ല. എന്തായാലും ഈ കോഴിക്കോട്ടെ ആകാനും പൊതിച്ചോറാകാനൊക്കെ ഈശോ നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മൾ ഓർക്കണം ഇതിന്റെ പ്രോസസ്സിങ് എത്ര ഭീകരമാണെന്ന്. നമ്മുടെ ജീവിതവും ഇതുപോലെ ചെറിയൊരു കോഴിക്കോട്ടായി മാറാൻ ഈശോ ആഗ്രഹിക്കുമ്പോഴൊക്കെ ഈ ഇതില് ഒന്നും മാറ്റി വെച്ചതിന് ടേസ്റ്റ് ഉണ്ടാവില്ല. അല്ലെ? ഒരു സാധനം മാറ്റി വെച്ചതിന് ടേസ്റ്റ് പൂർണ്ണമാവില്ല. അതുപോലെ ചില സാധനങ്ങൾ നമ്മൾ മാറ്റിവെച്ച ദൈവിക കൃപകൾക്ക് തടസ്സങ്ങൾ ഉണ്ടാവും. പക്ഷെ താങ്ങാനും അത് മുമ്പോട്ട് പോകാനൊക്കെ ഒരു ഹെൽത്ത് വേണം. അത് സ്വർഗത്തിൽ നിന്ന് തന്നെ നമുക്ക് വേണം. അതിനായിട്ട് ഈശോയുടെ കരയിൽ ആശ്രയിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ ഞങ്ങൾക്കായി ശരണപ്പെടുന്നു. ഈശോയെ